ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂറോളം കുതിരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം കൈക്ക് വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിൻ്റെ ഒപ്പത്തിന് വെള്ളം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിത് ടൈറ്റുള്ള ബാറ്ററായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി പോകരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഞാനിവിടെ ഇത് ടൈറ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു AH ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തിളച്ച പാടെ തന്നെ ആ ചൂടോട് കൂടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളെ ബാറ്ററിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ട് അരിൻ്റെ മിക്സും ശർക്കരപ്പാനി നല്ലോണം യോജിച്ച് വരുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുറമേ ഒരു ക്രിസ്പി കിട്ടാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ബാറ്ററിയുടെ റെഡി ആയിട്ടുണ്ട്. കട്ടകളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് സമയം കൂടി നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടൈറ്റായിട്ട് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകമാണ് കേട്ടോ. അതുപോലെ കറുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണ്. അതുപോലെ പഞ്ചസാരയും ഏലക്കായും കൂടി കൂട്ടിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടി പോകരുത് കേട്ടോ. അങ്ങനെ കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് നമ്മളെ ബാറ്ററിലേക്ക് നെയ്യ് കയ്യിലുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. നമ്മളെ ബാറ്ററിയുടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു സമയത്ത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഓയിലൊന്ന് ചൂടാക്കിയെടുത്തു. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേ 1-2 തവണ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഞാൻ ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ നെയ്യപ്പം ശരിയായി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അതാ എല്ലാതും ഞാൻ അതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അരിയൊക്കെ വെള്ളത്തിൽ കുതിർത്തുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നെയ്യപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.